യമൻ ഇസ്രായേലിലെ സ്റ്റോൺ മൈക്ക എയർബേസ് ആക്രമിച്ചു. ആണവശേഷിയുള്ള ജെറിക്കോ മിസൈൽ സൂക്ഷിക്കപ്പെട്ട മേഖലയാണ് ഇത് എന്നതിനാൽ ഇസ്രായേൽ ഇത് ഞെട്ടിയിരിക്കുകയാണ്. അതിസൂക്ഷ്മ നിരീക്ഷണമുള്ള ഈ മേഖല കേന്ദ്രീകരിച്ച് പോലും ആക്രമിക്കാൻ പാകത്തിൽ യമൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതല്ല, തങ്ങളുടെ രഹസ്യങ്ങൾ, അതീവ രഹസ്യങ്ങളൊക്കെ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളൊരു ഭയപ്പാടാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളത്. 2 പ്രാവശ്യം ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണം നടത്തി എന്നുള്ളതും, ഒരു മിസൈലിനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് സാധിച്ചു എന്നുള്ളതും, ഒരു മിസൈൽ ഭൂപ്രദേശത്ത് വീണിട്ടുണ്ടെങ്കിലും വലിയ നാശനഷ്ടങ്ങളൊന്നും ഇല്ല എന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും തീപിടുത്തം പോലെയുള്ള വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. ചെങ്കലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരിസ് ട്രൂമാന് നേരെ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അതോടൊപ്പം തന്നെ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ അകത്ത് വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ സർക്കാർ തെറ്റായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും സ്വീകരിക്കുന്ന കാരണം തങ്ങളുടെ ബന്ധുക്കൾ അവിടെ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. അതോടനുബന്ധിച്ചാണ് ഈ പറയപ്പെട്ട ഈ ആക്രമണം സ്റ്റോൺ മൈക്ക എയർബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സാധാരണഗതിയിൽ ഈ യമൻ്റെ ഭാഗത്ത് ആക്രമണമൊന്നും ഉണ്ടാവാത്തതാണ്. അവർ സാധാരണ ബംഗുരിയൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത്. റൂട്ട് മാറിയിട്ടാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടാവുന്നത് എന്നുള്ളത് ഇസ്രായേലിന് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ്.